സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഉദ്യോഗ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഈ അടുത്ത കാലത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗ കൊള്ള CPMന്റെ ആളുകളെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തിരികെ കയറ്റുന്ന, പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തുന്ന രീതിയെക്കുറിച്ച് അമ്പലപ്പുഴ MLA G സുധാകരനാണ് പ്രതികരിച്ചത്. ഇതുപോലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത്തരം സംഭവങ്ങൾ CPMന്റെ 10 വർഷത്തെ ഭരണകാലത്ത് നടന്നിരുന്നു. ഇവരിൽ പലരും ഇപ്പോൾ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാണ് വാർത്തകൾ. ഏറ്റവും കൂടുതൽ ഉദ്യോഗ കൊള്ള നടന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കൃത്യമായി ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്ന ഇടപാടുകളാണ് മുഴുവൻ. DR അനിൽ എന്ന് പറയുന്ന പഴയ ഒരു കൗൺസിലർ ഉണ്ട്. CPMന്റെ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ നേതാവാണ്, ബിസിനസ്സുകാരനാണ്. ഇയാൾ ഇടപെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ ജനൌഷധി മെഡിക്കൽ സ്റ്റോർ കേന്ദ്രം ഉൾപ്പെടെ പൂട്ടിക്കുന്നതിനും അതുപോലെ തന്നെ ആശുപത്രിക്കകത്ത് പ്രവർത്തിക്കുന്ന ന്യായവില മരുന്ന് കടകൾ പൂട്ടിക്കുന്നതിനുമൊക്കെ ഇടപെട്ടു. കാരണം ഇയാൾക്ക് മെഡിക്കൽ സ്റ്റോറുകളും അനുബന്ധ ബിസിനസ്സുമുണ്ട്. അത് മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഇയാൾ ഈ വൃത്തികെട്ട കളികളൊക്കെ കളിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇയാൾ തന്നെ ഇടപെട്ട് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി വാങ്ങിച്ചു കൊടുത്ത ചരിത്രവുമുണ്ട്. അതായത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ സഖാക്കൾക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു രീതിയാണ്. കോവിഡ് മഹാമാരിയുടെ മറവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് കോടികളുടെ ഗുരുതര അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. DR ഫാൻസ്, അതായത് ഈ DR അനിലിന്റെ ഫാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം CPM പ്രവർത്തകരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം തരികിടകളൊക്കെ കോവിഡ് കാലത്തും അല്ലാതെയും നടന്നത്. 46 ലക്ഷത്തിന്റെ കവർച്ച ഉൾപ്പെടെ ഈ ഒരു ഈ വിഷയത്തിൽ, അതായത് കോവിഡ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. 46 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കവർച്ച ചെയ്ത് ഈ DR അനിലിന്റെ മെഡിക്കൽ ഷോപ്പിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രി വികസന സൊസൈറ്റിയുടെ അക്കൗണ്ടുകളിൽ നിന്ന് 46 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാതെ തട്ടിയെടുത്ത സംഭവത്തിൽ ക്രിമിനൽ കേസെടുത്ത് വിജിലൻസ് അന്വേഷണത്തിന് വഴി തുറക്കുമ്പോൾ ഇടതു ഭരണകാലത്ത് മെഡിക്കൽ കോളേജിൽ അരങ്ങേറിയ മുഴുവൻ തട്ടിപ്പുകളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. രോഗികളിൽ നിന്ന് ഈടാക്കുന്ന തുക വകമാറ്റിയ കവർച്ച മാത്രമല്ല, സമീപത്തെ തന്നെ ഹൈജാക്ക് ചെയ്ത DR ഫാൻസ് എന്ന നിയമന മാഫിയ, DR അനിലിന്റെ നേതൃത്വത്തിലുള്ള നിയമന മാഫിയയാണിത്. മാഫിയയെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് പ്രധാന ആവശ്യം. കോവിഡ് പ്രതിരോധത്തിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ച മെഡിക്കൽ കോളേജിൽ മൂക്കിന് താഴെ ഇത്രയും വലിയ സാമ്പത്തിക തിരിമറികളും വഴിവിട്ട ബന്ധു നിയമനങ്ങളും നടന്നിട്ടും അന്നും ആരോഗ്യവകുപ്പ് ഭരിച്ച KK ശൈലജയോ നിലവിലെ ആരോഗ്യമന്ത്രിയോ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യമുണ്ടാകുന്നു. തീർച്ചയായിട്ടും K മുരളീധരൻ ഇതൊക്കെ അറിയേണ്ടതാണ്. ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. SDCS ലെഡ്ജറിൽ കൃത്യമായി രേഖപ്പെടുത്തിയ 46 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കാതെ മുക്കി. അതോടൊപ്പം സർവകലാശാലയും ആശുപത്രിയും ഭരിക്കുന്നത് യോഗ്യതയില്ലാത്ത DR ഫാൻസ് ബന്ധു നിയമന മാഫിയാണ്. മുഴുവൻ വിഷയത്തിലും അടിയന്തരമായി അന്വേഷണം വേണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. മെഡിക്കൽ കോളേജിലെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന MRI CT സ്കാൻ ലാബുകളിൽ നിന്ന് രോഗികളിൽ നിന്ന് ഈടാക്കിയ തുകയാണ് ബാങ്കിൽ അടയ്ക്കാതെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കവർന്നത്. അതുപോലെ തന്നെ തുക കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം ബാങ്കിലേക്ക് നിക്ഷേപിക്കേണ്ട തുക തട്ടിയെടുക്കുകയായിരുന്നു. ഇതിന് പുറമെ കരാറുകാർക്ക് നൽകിയ തുകയിൽ നിന്നും TDS ഇനത്തിൽ നികുതി വെട്ടിച്ചതായും ധനകാര്യ ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാപകമായ തട്ടിപ്പ്, നിയമനങ്ങളിൽ തട്ടിപ്പ്, യാതൊരു മാനദണ്ഡവുമില്ലാത്ത നിയമനങ്ങൾ, പണം തട്ടിപ്പ്, സാധനങ്ങൾ തട്ടിപ്പ്, സാധനങ്ങൾ വാങ്ങുന്നതിലെ തട്ടിപ്പ്, ഇതൊക്കെ തന്നെ ഈ DR അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം CPM പ്രവർത്തകരാണ് നടത്തിയത് എന്ന ആരോപണം ഉയരുമ്പോൾ കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന ആവശ്യം രോഗികളും അതുപോലെ നാട്ടുകാരും പൊതുസമൂഹവും ഒക്കെ ഉന്നയിക്കുകയാണ്. ആരോഗ്യമന്ത്രി K മുരളീധരൻ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ട് നടപടി സ്വീകരിക്കാനുള്ള അടിയന്തര സാഹചര്യം ഒരുക്കണം എന്ന ആവശ്യവും ശക്തമാണ്.